ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണുസുതി ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബാറിന്റെയും റെസ്റ്റോറന്റിന്റെയും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ സംഭവം എന്താന്ന്. അപ്പൊ എന്തായാലും ഒരു ബാർ ഡാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കിടന്നങ്ങ് ഡാൻസ് കളിച്ചങ്ങ് മറിയാണ്. ഒരുപാട് ആൾക്കാര് രേണുസുതിയുടെ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ബാഡ് കമന്റുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്ക വീഡിയോയും രേണുവിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തുടക്കം തന്നെ പറയാറുണ്ട്, താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത് വീഡിയോ കാണുകയും ചെയ്യും, എന്നിട്ട് വന്ന് കമന്റ് ഇടുകയും ചെയ്യും. അപ്പോൾ തുടക്കം തന്നെ ഞാൻ പറയുകയാണ്, താല്പര്യമുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ചാനലിൽ പോകുകയോ അല്ലെങ്കിൽ വേറെ വീഡിയോസ് കാണുകയോ ചെയ്യാം. നമ്മൾ ഇന്നും പറയാൻ പോകുന്ന രേണുസുതിയെ കുറിച്ച് തന്നെയാണ്. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന താരം ആരാണ്? രേണുസുതി തന്നെയാണ്. അതായത് ഓരോരോ കണ്ടന്റ് പുള്ളിക്കാരിയായിട്ട് തന്നെ ഇട്ട് തരാണ് യൂട്യൂബേഴ്സ്. പുള്ളിക്കാരിക്ക് അറിയാം, ഇതുപോലെ കണ്ടന്റ് ഇട്ട് കൊടുത്താലേ യൂട്യൂബേഴ്സ് പുള്ളിക്കാരുടെ വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുള്ളൂ, എങ്കിൽ മാത്രമേ പുള്ളിക്കാരിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ നെഗറ്റീവോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം രേണു മനസ്സിലാക്കി കഴിഞ്ഞു ആ ഒരു സത്യം. നമ്മളെ പോലുള്ളവര് റിയാക്ട് ചെയ്താൽ മാത്രമേ രേണുവിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ രേണുവിന് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ കാണുന്ന ആൾക്കാർക്കാണ്, അതായത് രേണുവിന്റെ ചില സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്, കമന്റ് തൊഴിലാളികൾ. അത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് കുറെ എണ്ണങ്ങൾ അങ്ങ് വന്ന് കമന്റ് ഇട്ടങ്ങ് മെഴുകുവാണ്. ഈ കമന്റ് ഇട്ട് മെഴുകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രേണുസുതിയുടെ വീട്ടില് ആരെങ്കിലും പോവുകയോ അല്ലെ അവരുടെ വീട്ടിൽ പോയിരുന്ന് ഒളിഞ്ഞിരുന്ന് അവരുടെ വീഡിയോസ് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയല്ല. അവരായിട്ട് പല മീഡിയക്കാരോടും പറയുന്ന ചില കാര്യങ്ങളെയാണ് നമ്മളെടുത്ത് വിമർശിക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും എല്ലാം. അല്ലാതെ ആരുടെയും വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അല്ലെ അവരുടെ വീഡിയോ എടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്നതല്ല. ചില ആൾക്കാർ വന്ന് കമന്റ് ഇടുമ്പോഴത്തേക്കും എന്താ അതുങ്ങളോടൊക്കെ പറയേണ്ടതെന്ന് വരെ തോന്നിപ്പോവുക. പ്രത്യേകിച്ചും ഫേസ്ബുക്കിലാണ്. യൂട്യൂബിൽ അത്രയ്ക്ക് പ്രശ്നമില്ല, പക്ഷെ ഫേസ്ബുക്കിലുള്ള കുറെ എണ്ണങ്ങൾ അങ്ങ് വന്നിട്ട് അങ്ങ് തന്തയ്ക്കും തരവഴിക്കും ഒക്കെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ കമന്റ് ഇടുന്നവര്, അതായത് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരൊന്നും മനസ്സിലാക്കുക. രേണു തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു, രേണുവിന് ഇതുപോലെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്താലും നെഗറ്റീവ് കമന്റുകളും വന്നാൽ മാത്രമേ രേണുവിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് രേണു നന്നായിട്ട് മനസ്സിലാക്കി. അതിനു വേണ്ടിയിട്ടാണ് രേണു ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഇപ്പോ ചർച്ചാ വിഷയം എന്ന് പറയുന്ന രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാം നന്നായിട്ട് പ്രദർശിപ്പിക്കുമായിരുന്നു. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി പ്രൈവറ്റ് ആക്കി, അതായത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ രേണുസുതിയുടെ ഹോട്ടായിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ്, പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. രേണു മഞ്ജു പത്രോസ് ഉണ്ടല്ലോ, റീസെന്റ് രേണുവിന്റെ ഒരു വടയുടെ വിവാദത്തിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് രേണുവിന്റെ അവരെന്റെ പേര് പറഞ്ഞായിരുന്നോ ചേട്ടാ? എനിക്ക് അറിയത്തില്ല, ഞാനത് കേട്ടില്ല. എന്റെ പേര് പറഞ്ഞെന്നും പറയുന്നു, അല്ല പറഞ്ഞില്ല എന്നും പറയുന്നു, പക്ഷെ എന്നെ പറ്റിയാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. അവര് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിരിച്ച് അല്ലേ, അതല്ലേ അവര് പറഞ്ഞത്? ഒരിക്കലും ഇല്ല. ഞാൻ അതാണ് അതിനുള്ള ആൻസർ ആണ്. ഇപ്പൊ നിങ്ങൾ പലരും, എല്ലാരും ഒന്നുമില്ല, പലരും എന്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, കാണുമ്പോൾ ആ സ്നേഹവും കാര്യങ്ങളും എന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവരുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാനത് നിസ്സാരമായിട്ട് കണ്ട് ചിരിച്ച് തള്ളുന്നത് എന്ത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ, അല്ലാതെ അത് വലിയ പ്രോത്സാഹിപ്പിക്കുക അത് എന്ത് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ആ ചേച്ചി ഒരു ടാറ്റു അടിച്ച് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചായിരുന്നു, അതുപോലെ ആ വീഡിയോ കാണിച്ചു, അവരുടെ ഡ്രസ്സിങ്. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും രേണുസുതി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞിടെ നമ്മുടെ മഞ്ജു പത്രോസ് രേണുസുതിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വടയുടെ കേസാണ്. രേണുവിൻ്റെ അടുത്ത് ഒരു മീഡിയക്കാരൻ ചോദിക്കുന്നു, വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേണുസുതി പറയുന്നു, ഹോ എൻ്റെ വട കാണുന്നുണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് മഞ്ജു പത്രോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ രേണുസുതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു മറുപടി ആയിട്ടാണ് രേണുസുതി പറയുന്നത്, ആ ഒരു മഞ്ജു പത്രോസ് ഇതിനു മുന്നേ ഒരു ടാറ്റു ചെയ്ത സംഭവമൊക്കെ കുറച്ച് വിവാദമായതായിരുന്നു. അന്നൊന്നും ഞാനൊന്നും ആരെക്കുറിച്ചും പറയാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് എൻ്റെ കാര്യങ്ങളിൽ ഇവരൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ച് രേണുവിൻ്റെ ഒരു മറുപടിയാണ്. എന്തായാലും നമുക്ക് മഞ്ജു പത്രോസിൻ്റെ ആ ഒരു ടാറ്റു വീഡിയോ ഒന്ന് കാണാം.
കൊള്ളാം, എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് തന്നെ പറയാം. ഈ പറയുന്ന മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ എന്താണ് കാണിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആർക്കും ആരെയും പറയാനുള്ള അത്ര വലിയ വോയിസ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണുസുതിക്ക് എന്തും കാണിക്കാം, പറയാം, പക്ഷെ ആരും അതിനെക്കുറിച്ച് വിമർശിക്കാൻ പാടില്ല. അതാണ് പുള്ളിക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും രേണു അങ്ങനെ ദുബായ് ബാറിൽ കിടന്ന് അങ്ങനെ പാറി പറന്നുകൊണ്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഇപ്പോൾ അടുത്തത് നമ്മൾ എന്തൊക്കെ കാണണം? കാരണം 13 ദിവസമാണ് ദുബായിൽ ആ ഒരു ബാറിൽ രേണു ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? രേണു അങ്ങ് ദുബായിലാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് റീൽസുകളൊക്കെ എടുത്ത് പല മീഡിയകൾക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. കൊള്ളാം, എന്താ ഒരു ആത്മാർത്ഥതയല്ലേ? കാരണം രേണുവിന് വേണ്ടിയിട്ട് രേണുവിൻ്റെ മാത്രം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പല മീഡിയ ചാനലുകളും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. അവരൊക്കെ എനിക്ക് തോന്നുന്നു രേണുസുതി പൈസ കൊടുത്ത് വെച്ചിരിക്കണമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും രേണു ദുബായിലിരുന്ന് കാണിക്കുന്ന പരിപാടികളെല്ലാം ഇവിടെ ഇങ്ങ് അതാത് സമയങ്ങളിൽ മീഡിയക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പുലിയേട്ടോ പാത്രികെ ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ? മാർഗം കളി.